ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോ US ഇമിഗ്രൻ്റ് വിസ എങ്ങനെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ ക്വസ്റ്റ്യനുകൾ ഓഫീസർ ചോദിക്കും, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കയ്യിൽ കരുതണം. ഈ വീഡിയോ മെയിനായിട്ട് ഇന്ത്യയിലും കേരളത്തിലുമുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്തപ്പോൾ തന്നെ പലവിധ ഡൗട്ടുകളായിരുന്നു. വൺസ് ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള ഒരു പിക്ചർ എനിക്ക് കിട്ടിയത്. ഓൾറൈറ്റ്, നമ്മൾ US എംബസിയിൽ ഇമിഗ്രൻ്റ് വിസയ്ക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തിന് ഫസ്റ്റ് പ്രോസസ്സ് സെക്യൂരിറ്റി ചെക്കാണ്. സെക്യൂരിറ്റി ചെക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണോ സ്മാർട്ട് വാച്ചോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒന്നും അകത്തേക്ക് കടത്തിവിടത്തില്ല. ഇതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് US എംബസിയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോർ റൂമുണ്ട്. വൺസ് നമ്മൾ ഇൻ്റർവ്യൂ ഹാളിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ DS-260 പേജും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും കൊടുത്തു കഴിയുമ്പോഴത്തേന് അവിടുത്തെ സ്റ്റാഫ് ഫസ്റ്റ് കൗണ്ടറിൽ ചെന്ന് ഒരു ടോക്കൺ തരും. ഈ ടോക്കണിനെ ബേസാണ് നമ്മൾ ഇൻ്റർവ്യൂവിൽ സെക്കൻഡ് കൗണ്ടറിലും തേർഡ് കൗണ്ടറിലേക്കും വിളിക്കുന്നത്. നിങ്ങളുടെ ടോക്കണിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഒരു ഇന്ത്യൻ ഓഫീസറായിരിക്കും സെക്കൻഡ് കൗണ്ടറിൽ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് ഈ വീഡിയോയിൽ കാണുന്നത്. അത് മെയിനായിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ അപ്പോയിൻറ്റ്മെൻറ്റ് ലെറ്റർ, പാസ്പോർട്ടിൻ്റെ കോപ്പി ഒറിജിനൽ, 2 കളർ ഫോട്ടോഗ്രാഫ്, DS-260 കൺഫർമേഷൻ പേജ്, ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ലാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൗസിൻ്റെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇവ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് ഇവർ ഈ നിങ്ങളുടെ സ്പോൺസർ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയായിട്ട് ഇതെല്ലാം ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ ഒരു CR1 വിസയുടെ ലീഗൽ റൈറ്റ്സിനെ പറ്റി അറിയാൻ വേണ്ടി ഒരു ലെറ്റർ നിങ്ങൾക്ക് തരും. എന്നിട്ട് പറയും നിങ്ങളിത് വായിക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക, തേർഡ് കൗണ്ടറിലേക്ക് നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. ഓൾറൈറ്റ്, തേർഡ് കൗണ്ടറിലാണ് നമ്മുടെ US വിസ അപ്രൂവ്ഡ് ആവുന്നത്. ഈ കൗണ്ടറിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓഫീസർ എപ്പോഴും US ബേസ്ഡ് ആയിട്ടുള്ള ഓഫീസറാണ്. അപ്പം അവരുടെ മുമ്പിൽ നമ്മൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആൻസർ പറയുക, സത്യസന്ധമായിട്ട് പറയുക, അതുപോലെ തന്നെ ഷോർട്ട് ഫോമിൽ പറയുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നോക്കുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് കറക്റ്റാണോ, അതുപോലെ തന്നെ നമ്മൾ ജെന്യൂൻ ആണോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇടുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ കളറോ നമ്മുടെ കുടുംബ പാരമ്പര്യമോ നമ്മുടെ ലൈഫ് സ്റ്റൈലോ ഒന്നും അവർക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000-കണക്കിന് ആൾക്കാരെയാണ് അവർ ഓരോ മാസം ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ പ്രോസസ്സും കറക്റ്റാണെങ്കിൽ US വിസ നിങ്ങൾക്ക് അപ്രൂവ്ഡ് ആവും. ഓൾറൈറ്റ്, എൻ്റെ വിസ CR1 വിസയാണ്. CR1 വിസ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ US-ലുള്ള സിറ്റിസൺഷിപ്പുള്ള ഒരാളെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേന് ആ വ്യക്തി അവിടെ ഫയൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് CR1 വിസയുടെ കാലാവധി 2 വർഷമാണ്. 1 വർഷവും 2 മാസം അല്ലെങ്കിൽ 4 മാസം കഴിയുമ്പോൾ തന്നെ US എംബസിയിൽ നിന്ന് നമുക്ക് ഒരു ഇൻ്റർവ്യൂ ലെറ്റർ വരും. നിങ്ങളുടെ വിസ പ്രോസസ്സ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്, നിങ്ങൾ ഇത്രാം ദിവസം US എംബസിയിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മെഡിക്കൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബയോമെട്രിക്കും കംപ്ലീറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, തേർഡ് കൗണ്ടറിൽ ഓത്താണ്. ഇതിൽ നമ്മൾ അവിടെ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, സത്യസന്ധമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് ഓഫീസറിൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുവാണ്. ഓക്കെ, എന്നോട് എൻ്റെ സ്പോൺസറിൻ്റെ പേ സ്റ്റെപ്പ് ചോദിച്ചു, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു, ടാക്സ് റിട്ടേൺ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് ഓഫീസർ ചോദിച്ചു ദേഹത്ത് പച്ച കുത്തിയിട്ടുണ്ടോ, ടാറ്റു അടിച്ചിട്ടുണ്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇമിഗ്രൻ്റ് വിസയ്ക്ക് വേണ്ടി നമ്മുടെ സ്പോൺസർ ഫയൽ ചെയ്യുമ്പോഴത്തേന് അവർക്കറിയണം ഏത് ടൈപ്പ് പേഴ്സണാലിറ്റിയാണ് US-ലേക്ക് എൻ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഓഫീസർ എന്നോട് ചോദിച്ച ചോദ്യം, നിങ്ങളുടെ സ്പൗസിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതുപോലെ തന്നെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ, അതുപോലെ തന്നെ എവിടെ വെച്ചാണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞത്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് മാരേജ്, പ്ലേസ് ഓഫ് മാരേജ്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഓഫീസർ ചോദിക്കും, നിങ്ങളുടെ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് എത്ര സമയം
ചെലവഴിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഈ 2 വർഷത്തിനുള്ളിൽ. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കയ്യിൽ കരുതണം. അതുപോലെ തന്നെ ഇമിഗ്രൻ്റ് ഓഫീസർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ സ്പൗസിൻ്റെ സെക്കൻഡ് മാരേജ് ആണെങ്കിൽ ഡിവോഴ്സ് ഡോക്യുമെൻറ്റ്സ് ചോദിക്കും, കിഡ്സ് ഇൻ പ്രീവിയസ് മാരേജ് ചോദിക്കും, അതുപോലെ തന്നെ മാരേജ് ഫോട്ടോഗ്രാഫ് മസ്റ്റാണ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് ഇത് ഓഫീസറിൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഡോക്യുമെൻറ്റ്സുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ ഓഫീസർ ഒരു ലെറ്റർ തരും, യുവർ വിസ ഈസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓഫീസർ പറയും, നിങ്ങൾക്ക് US എംബസിയിൽ ഒരു ഫീസ് ഉണ്ട് US പോകുന്നതിന് മുമ്പ്, അതടച്ചിട്ട് നിങ്ങൾക്ക് US ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിനകത്ത് വിസ സ്റ്റാമ്പ് ചെയ്ത് നിങ്ങളുടെ ഓഫീസ് അഡ്രസ്സിലോ ഹോം അഡ്രസ്സിലോ കൊറിയർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു നെക്സ്റ്റ്.